അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാതിരിക്കും. 5 മണിക്കുള്ള തൂക്കിക്കൊല്ലൽ കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ കിടക്കും. മയങ്ങിപ്പോകുമ്പോഴായിരിക്കും നേതാക്കന്മാർ ആരെങ്കിലും വന്ന് എന്നെ വിളിച്ചുണർത്തുന്നത്. ഇത് ദ്രോഹബുദ്ധിയോടെ അല്ല, ഞാൻ മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു എന്നവർക്കറിഞ്ഞു. അവിടെ വാദപ്രതിവാദങ്ങളും പൊട്ടിച്ചിരിയുമാണ്. ആകെക്കൂടി ഒരു ചെറിയ ഡാവും. തർക്കങ്ങൾ, ഒച്ച, ചിരി, ബഹളം. ചിലപ്പോൾ അനിയൻ ജയിലറുടെ കൂടെ ജയിൽ സൂപ്രണ്ടും വരും. നേതാക്കന്മാരുമായി വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ പൂന്തോട്ടത്തിൽ വരും. എനിക്ക് വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞാൽ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മനസ്സിലാകുമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിനും ഇതേ ഭാവമാണ്. ഞങ്ങൾ ചെടികളെപ്പറ്റി സംസാരിക്കും, വൃക്ഷങ്ങളെപ്പറ്റി സംസാരിക്കും, അതിനിടേണ്ട വളം, ചെയ്യേണ്ട ശുശ്രൂഷകൾ എല്ലാം. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കും. ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു 6 ചട്ടി നല്ല റോസാ ചെടികളുണ്ട്. അതെല്ലാം ഈ ഉള്ളവൻ കൊടുത്തയച്ചതാണ്. ഈ ജയിൽ സൂപ്രണ്ടുമായുള്ള എൻ്റെ കൂട്ടുകെട്ട് എൻ്റെ സുഹൃത്തുക്കളായ ചില ചുവന്ന തൊപ്പിക്കാർക്ക് ഇഷ്ടമായില്ല. അയാളുടെ ശുപാർശ കൂടാതെ ഇവിടെ ജീവിക്കാൻ വയ്യേ. എന്തിന് അയാളോട് ചിരിച്ചു കുഴഞ്ഞ് വർത്തമാനം പറയുന്നു? അയാളല്ലേ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മുക്കാലിൽ കെട്ടിയുള്ള അടി 2 ഡസനാക്കിയത്. ആ അനിയൻ ജയിലർ അയാളെക്കാൾ എത്രയോ നല്ലവൻ. സംഭവങ്ങളുടെ പോക്ക് കണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുക തന്നെ വേണം. ഒരു ചേരിയിലും ചേരാതെ ഒരു സ്വതന്ത്ര മനുഷ്യനായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ അധികവും കൂട്ടിൽ തന്നെയാണ്. അല്ലെങ്കിൽ ചെടികളോടോ വൃക്ഷങ്ങളോടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇങ്ങനെയുള്ളൊരു സമയത്ത് അനിയൻ ജയിലർ വന്നു പറഞ്ഞു, രാഷ്ട്രീയ തടവുകാരെ എല്ലാം വിടാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമായി. ചിരിയും ബഹളവും ആർപ്പും. എല്ലാവരുടെയും വസ്ത്രങ്ങൾ അനിയൻ ജയിലർ വർദ്ധിച്ചു തന്നു. അതെല്ലാം അലക്കി ഇസ്തിരി ഇടിച്ച് കടലാസ് പൊതികളിലാക്കി വെച്ചു. സമൃദ്ധമായി എല്ലാവരും മുടി വെട്ടിച്ച് ഷേവ് ചെയ്തു. കൂട്ടത്തിൽ ഈയുള്ളവൻ്റെ കഷണ്ടി തലയിലെ എളിയ തോതിലുള്ള മുടിയും വെട്ടിച്ച് മുഖവും വടിപ്പിച്ച് മീശ നിർത്തി സുന്ദരനായി എന്ന വിശ്വാസത്തോടെ സന്തോഷിച്ചു. ഞങ്ങൾ പോകാൻ തയ്യാറായി. ഞാൻ കള്ളന്മാരും കൊലപാതകികളുമായ സുഹൃത്തുക്കളോടെല്ലാം യാത്ര പറഞ്ഞു. എല്ലാവർക്കും കത്തുകൾ അയക്കാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാമെന്ന് ഏറ്റു. അങ്ങനെ വിടുതൽ സമയം പ്രതീക്ഷിച്ചിരിപ്പായി. വിടാൻ ഓർഡർ വന്നു. വിട്ടു, ഒരാളെ ഒഴിച്ച്. ഈ പാവപ്പെട്ടവനെ വിടാൻ ഓർഡറില്ല. പിശകായിരിക്കും. അനിയൻ ജയിലർ ഓടി. ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് എനിക്കായി ഒരു സ്പെഷ്യൽ ഫോൺ ചെയ്യിപ്പിച്ചു. ശരി തന്നെ, ഈ ഉള്ളവനെ വിടുന്നില്ല. നല്ലത്. വേണ്ടത്ര പാകത വരാത്തതുകൊണ്ടായിരിക്കും. നേതാക്കന്മാർ ആഹ്ലാദത്തോടെ യാത്രയായി. ഇനോസ് ഫ്രൂട്ട് സാൾട്ട്, കാറൽ മാക്സിൻ്റെ ക്യാപിറ്റൽ, 2 പെട്ടി ചീട്ടുകൾ, ഒരു ചെറിയ കുപ്പി നിറയെ നാരങ്ങ ഉപ്പിലിട്ടത്, വലിയ ഒരു മിഠായി ടിൻ നിറയെ കായ വറുത്തത്, വലിയ ഒരു പാളപ്പൊതി നിറയെ ശർക്കര ഉപ്പേരി, കുറേ ഇടിച്ചു കൂട്ടിയ പുകയില, വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്, എല്ലാറ്റിൻ്റെയും ഏക അവകാശി ഈ ഉള്ളവനായി തീർന്നു. മന്ദഹാസത്തോടെ നേതാക്കന്മാർ എല്ലാവരും പോയി. ശബ്ദമില്ല, അനക്കമില്ല. ആളൊഴിഞ്ഞു പോയ പട്ടണത്തിൽ ഞാൻ തനിച്ചായതുപോലെ. അല്ലെങ്കിലും ഈ മഹാലോകത്തിൽ തനിച്ചാണല്ലോ. തീറ്റാൻ വിടുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു മുട്ടനാടിന് മാത്രം വിടാതെ പിടിച്ചു കിട്ടിയിരിക്കുന്നു. എന്തിന്? കശാപ്പിന് തന്നെ. ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ. ചിരിയില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ആകെ കൂടി മനസ്സിൽ രാവും പകലുമല്ലാത്ത ഒരു നില. കാറൽ മാക്സിൻ്റെ ക്യാപിറ്റൽ ഞാൻ അനിയൻ ജയിലർക്ക് കൊടുത്തു. ശർക്കര ഉപ്പേരി ആശുപത്രിയിലും മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും കൊടുക്കാൻ ഏൽപ്പിച്ചു. ചീട്ടുകെട്ടുകൾ എൻ്റെ ക്ലാസ്മേറ്റിന് പ്രത്യേകം കൊടുത്തു. മുറുക്കാനുള്ളത് കഞ്ഞി കൊണ്ടുവരുന്ന കൊലപാതക ശിഷ്യന് കൊടുത്തു. കായ് വറുത്തത് കുറേശ്ശെ എല്ലാവർക്കും കൊടുത്തു. കായ് വറുത്തത് ബാക്കി അരപ്പാട്ട. നാരങ്ങ ഉപ്പിലിട്ടത് മുഴുവനും ഇനോസ് ഫ്രൂട്ട് സാൾട്ടും എൻ്റെ ലോക്കപ്പിലിരുന്നു. 1-2 ദിവസം കഴിഞ്ഞ് ഇനോസ് ഫ്രൂട്ട് സാൾട്ട് ജയിലിന് വെളിയിൽ വൻമതിലിന് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. എന്നിട്ടങ്ങനെ ഭയസംഭ്രമങ്ങളോടെ ജീവിച്ചു. ആകെ കൂടി ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് സുഖമില്ല. എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കാം, ധീരതയോടെ അഭിമുഖീകരിക്കൂ എന്നെല്ലാം പറയാം, കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിടുക.
ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ വളരെ വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ്. ശുദ്ധ പാപം. എന്നെ രക്ഷിക്കൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ജയ് ചാടാൻ ഉറച്ചു. എനിക്കും പുറം ലോകത്തിനും ഇടയ്ക്ക് 2 ചുവരുകളുണ്ട്. ഒന്ന് തുളച്ച് പുറത്തിറങ്ങി, മറ്റൊന്ന് കയറി ഇറങ്ങണം. ജയിൽ വാർഡർ രാത്രി കിടന്നുറങ്ങും. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രി വരട്ടെ. ജയിൽ ചാടാനുള്ള പദ്ധതി താഴെ പറയുന്ന വിധം ഞാൻ സംഘടിപ്പിച്ചു. എൻ്റെ ചിന്ന ജയിലായ ലോക്കപ്പിൻ്റെ ചുവര് വളരെ കട്ടിയുള്ളതല്ല. അത് തുരന്ന് വെളിയിലിറങ്ങാൻ എൻ്റെ പക്കൽ ആയുധമുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ വെളിയിലിറങ്ങുന്നു. പിന്നെ ജയിലിൻ്റെ ഉയർന്ന പുരാതന മതിൽ. അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. 2 ഇഷ്ടികകളുടെ ഇടയിൽ കുമ്മായമുണ്ട്. ഒരു 10-12 വലിയ ആണികൾ വേണം. കരിങ്കല്ല് കഷ്ണത്തിൽ തുണി പൊതിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ആണി അടിച്ചു കയറ്റണം. അങ്ങനെ മതിലിന് മുകളിലെത്തുന്നു. ജമുക്കാളം, കരിമ്പടം, മുണ്ട്, തോർത്തുകൾ കയറാക്കി കയറിൻ്റെ തുമ്പ് ആണിയെ കെട്ടി പതുക്കെ മറുവശത്ത് ഊർന്നു തൂങ്ങി ഇറങ്ങി രക്ഷപ്പെടാം. പ്ലാൻ പറ്റും. തുണികൾ വേണമല്ലോ. ജയിലിൻ്റെ മതിലിനരികിൽ ഒരു മൂലയിൽ അനേകം കക്കൂസ് ബക്കറ്റുകൾ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കിടപ്പുണ്ട്. തൂക്കി പിടിക്കാനുള്ള അതിൻ്റെ വളയങ്ങൾ യാതൊരു കേടും പാടും കൂടാതെ വളരെയേറെ കിടപ്പുണ്ട്. ഞാനതെല്ലാം എടുത്ത് തല്ലി നിവർത്തി ആണികളാക്കി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. ഒരു 30 എണ്ണം. എന്നിട്ട് കാത്തിരിപ്പായി. വരട്ടെ, കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രികൾ. അങ്ങനെ വരുന്നു ഒരു പകൽ.